നമസ്കാരം. മൂത്രമൊഴിക്കുന്ന സമയത്ത് സ്ത്രീകളിൽ എന്തെങ്കിലും ഒരു തടിപ്പ് ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്ന ഒരു ഫീല് വരികയും അതുവഴി നമ്മൾ തൊട്ട് നോക്കുന്ന അവസ്ഥയിൽ നമുക്ക് കറക്റ്റായിട്ട് എന്തോ ഒരു കട്ടിയായിട്ടുള്ള രീതിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ പലപ്പോഴും നമ്മൾ പേടിക്കുന്നതാണ്. ഇത്തരം കണ്ടീഷൻസ് എന്താണെന്ന് പോലും അറിയാതെയാണ് പലപ്പോഴും പല സ്ത്രീകളും നമ്മളെ ഒപ്പിൽ വരാറുള്ളത്. പലപ്പോഴും മൂത്രസംബന്ധമായിട്ടുള്ള രോഗമാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വജൈനയിൽ ചൊറിച്ചിൽ വരുന്നുണ്ട്, മുറിവുണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മിക്ക പേഷ്യൻറ്റും നമുക്ക് വരാറുള്ളത്. അത്തരം കണ്ടീഷൻസുകൾ നമ്മൾ നോക്കുമ്പോൾ അത് പ്രൊലാപ്സ് ഓഫ് യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രം ഇറങ്ങി വരുന്നൊരു കണ്ടീഷനായിട്ട് നമ്മൾ കാണാറുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയപ്പെടുന്ന ആർക്കെങ്കിലും ഇത്തരം കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. മിക്ക പേഷ്യൻസും നമുക്ക് ഒ പിയിൽ വരാറുള്ളത് അല്ലെങ്കിൽ പ്രൊലാപ്സ് ഓഫ് യൂട്രസ് ഗർഭപാത്രം ഇറങ്ങി വരുന്ന ഒരു കണ്ടീഷനിൽ ആരും തന്നെ ഇത് കറക്റ്റായിട്ട് ഗർഭപാത്രം ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരാറില്ല. അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ വരുമ്പോഴായിരിക്കും ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കില്ല. ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇടവിട്ട സമയങ്ങളിൽ മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു ചിന്താഗതി, അതുപോലെ തന്നെ മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരിക്കും. ആ ഒരു അവസ്ഥയിലായിരിക്കും പലപ്പോഴും പേഷ്യൻസ് വരിക. അതുപോലെ തന്നെ മോശം പോവാൻ കറക്റ്റ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടാവുക, അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ് ഉണ്ട് പറയുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവിടെ കുരുക്കൾ വന്നിട്ട് ഇൻഫെക്ഷൻ വന്നെന്ന് അറിയുക. ഇത്തരം കണ്ടീഷനായിട്ട് വന്ന് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോഴായിരിക്കും വജൈനൽ പാർട്ടിലോട്ട് ഒരു തടിപ്പ് വന്ന് നിൽക്കുകയും നമ്മൾ എക്സാമിനേഷൻ ടൈമിൽ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഗർഭപാത്രത്തിൻ്റെ ഒരു പാളി ഇറങ്ങി വന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ഇതിനെ ഗ്രേഡ് വൈസ് ആയിട്ടാണ് നമ്മൾ നോക്കൽ. ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്. മിക്ക സ്ത്രീകളിലും 3 മുതൽ 4 വരെ ഗ്രേഡിലായിട്ടായിരിക്കും പലപ്പോഴും നമ്മളുടെ അടുത്ത് വരാറുള്ളത്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രയാസം അനുഭവപ്പെട്ടിട്ട് കാലങ്ങളോളം ആയിട്ടുണ്ട് എന്നും ഇത് പലപ്പോഴും ഇതെന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിലും അല്ലെങ്കിൽ ഇതെങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അറിയാത്തതിൻ്റെ പേരിലും ഇത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുമ്പോഴാണ് പിന്നീട് ഒരു തേർഡ് ഗ്രേഡ്, ഫോർത്ത് ഗ്രേഡ് എന്നുള്ള രീതിയിലോട്ട് വരുന്നത്. ആ ഒരു അവസ്ഥകളിൽ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, ഈവൻ തേർഡ് ഗ്രേഡിൽ വരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പേരിൽ ഫോർത്തിലൊക്കെ വന്ന് പേഷ്യൻ്റ് വളരെയേറെ പ്രയാസപ്പെടുന്ന ഒരു കണ്ടീഷനും പിന്നീട് സർജറി അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യുക, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറി ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് പൊതുവെ പേഷ്യൻ്റ് പോകുന്നതും കാണാം. നിങ്ങൾക്ക് ഇത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും 40 വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സ്ത്രീ അവരുടെ ശരീരവുമായിട്ട് വളരെയേറെ നമ്മൾ അവരുടെ ആരോഗ്യ പ്രശ്നമായിട്ട് വളരെയേറെ ബോധേഡ് ആവേണ്ടതാണ്. പലപ്പോഴും 40 വയസ്സ് വരെ നമ്മൾ പല കാര്യങ്ങളിലും, അതായത് ചെറിയ നമ്മളുടെ കുട്ടികളുടെ പഠനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് വളരെയേറെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് ഒരു 40 കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് അസുഖങ്ങൾ വന്നാലും ഇതൊക്കെ പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്ന് വിചാരിച്ചിട്ട് പല അസുഖത്തിനും ട്രീറ്റ്മെൻറ്റ് പൊതുവെ എടുക്കാറില്ല. അത്തരം കണ്ടീഷനിലാണ് ഈ ഒരു പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഗർഭപാത്രത്തിലുള്ള മുഴ അല്ലെങ്കിൽ മറ്റ് ഉള്ളിൽ നടക്കുന്ന കാര്യം, അതായത് ഒരിക്കലും തന്നെ നമുക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിംറ്റംസോ ഒന്നും കാണാത്തൊരവസ്ഥകളിൽ ഇത്തരം കണ്ടീഷൻ പലപ്പോഴും എന്ത് സിംറ്റംസ് നമുക്ക് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ടുപോയി അവസാനം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പൊതുവേ നമ്മൾ സ്ത്രീകൾ കൊണ്ടെത്തിക്കാറുള്ളത്. ഒരു 30-35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എന്തായാലും ആ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇൻറ്റേർണലി ഒരു പ്രോബ്ലംസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ. നമ്മൾ രണ്ടാമത് നമ്മുടെ ശരീരത്തിൽ വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള പെയിനുകൾ, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള പെയിനുകൾ എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് കാലുവേദന, മുട്ടുവേദനയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നമുക്ക് വെജൈനയിലും എന്തെങ്കിലും പ്രോബ്ലംസ്, നമ്മൾ അരക്കെട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് ബ്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരിയായ രീതിയിൽ നമ്മളുടെ ഗർഭപാത്രം, അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഏത് സമയം ഒരു പെൺകുട്ടിയുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എൻഡ് ചെയ്യണം, അവസാനിക്കുന്ന ആ ഒരു സമയം വരെ നമ്മളെ ശരീരത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനാണ് നമ്മൾ ഗർഭപാത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുന്നത്.
നമ്മൾ ഡെത്ത് ആയതിന് ശേഷം, നമ്മൾ മരിച്ചതിന് ശേഷം സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റായിട്ട് ക്ഷയിച്ചു പോകുന്ന ഒരു അവയവം കൂടിയാണ് നമ്മുടെ ഗർഭപാത്രം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിനെ എത്ര കണ്ട് നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഗർഭപാത്രം അല്ലെങ്കിൽ ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുത്ത ഒരു സംഭവം നമ്മൾ ശരിക്കും കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുവഴി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. നമ്മൾ ഒന്നാമതായിട്ട് തന്നെ നമ്മുടെ ഗർഭപാത്രം ഇറങ്ങി വരുന്നത് പലപ്പോഴും ഗർഭപാത്രത്തിന് ചുറ്റും അതിനെ പിടിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. അതിനെ പിടിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോഴാണ് ഇതിൻ്റെ പോസ്റ്റർ മാറിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ മാറിയിട്ട് താഴോട്ട് വരുന്നത്. നമ്മളുടെ നാട്ടിൽ പൊതുവെ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകളിൽ പലപ്പോഴും നമ്മളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ, അതായത് ശരിയായ രീതിയിൽ ഒരു എക്സസൈസോ അല്ലെങ്കിൽ അരക്കെട്ടിനൊരു വ്യായാമമോ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു അസുഖം കണ്ടുവരാറുള്ളത്. ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ വരുന്ന അസുഖങ്ങളെ പലപ്പോഴും നമ്മൾ ഇതങ്ങ് ലൈഫ് ലോങ് ഉണ്ടാകുന്ന അസുഖമാണെന്ന് കണക്കാക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും ഉള്ളിലുള്ള ഈ ഒരു അസുഖങ്ങളുടെ ഇൻറ്റൻസിറ്റി അറിയാതെ പോകാറുണ്ട്. അതിൽ തന്നെ നമ്മൾ പലപ്പോഴും സിംറ്റംസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ സിംറ്റംസ് ശ്രദ്ധിക്കുക? നമ്മൾ പീരിയഡ്സ് നിന്ന ആളുകളിലാണെങ്കിലും നിൽക്കാൻ പോകുന്ന ആളുകളിലാണെങ്കിലും നമ്മളുടെ പീരിയഡ്സിൽ ഉണ്ടാവുന്ന ഫ്ലോയിൽ നമ്മൾ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ തേടി അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള ഒരാളുടെ ഒപ്പീനിയൻ തേടി ചെയ്യേണ്ടതാണ്. പീരിയഡ്സിൽ നമ്മൾ ഇറഗുലാരിറ്റി, പീരിയഡ്സ് ഓവർഫ്ലോ വരിക, വേദന വരിക, അതല്ലെങ്കിൽ എന്തെങ്കിലും തടിപ്പ് പോവുക, മോശം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പ്രയാസം ഉണ്ടാവുക, എപ്പോഴും മൂത്രം ഒഴിക്കണം എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, ജനലിൽ കുരുക്കൾ വരിക, അതുപോലെ തന്നെ എന്തെങ്കിലും വൈറ്റ് ഡിസ്ചാർജ് വരിക, ബ്ലഡി ഡിസ്ചാർജ് വരിക, ഇതൊക്കെയാണ് പൊതുവെ നമുക്ക് പ്രൊലാപ്സ് ഉള്ള ആളുകളിലും പൊതുവെ ഗർഭപാത്രത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളിലും പൊതുവെ കാണാറുള്ള ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. ഇത്തരം കണ്ടീഷനിൽ നമ്മളുടെ നാട്ടിലുള്ള സ്ത്രീകൾ കൂടുതൽ വെയിറ്റ് എടുക്കുന്ന ഒരു പ്രക്രിയ കാണാറുണ്ട്. അത്തരം വെയിറ്റ് എടുക്കുന്ന ആളുകളിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം അസുഖങ്ങളുള്ള ആളുകൾ വെയിറ്റ് എടുക്കുന്നത് കുറക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന് ഇത്തരം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജറിക്ക് മുന്നോടിയായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് എടുക്കുന്നത് കുറക്കുക. രണ്ടാമത് നമ്മളുടെ അരക്കെട്ടിന്, അതായത് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡിലൊക്കെ വരുന്ന പ്രൊലാപ്സ് അല്ലെങ്കിൽ ഗർഭപാത്രം ഇറങ്ങി വരുന്നൊരു കണ്ടീഷനെ നമുക്ക് നോർമലി എക്സസൈസ് ചെയ്താൽ തന്നെ ഒരു പരിധിവരെ ഇതിനെ ക്ലിയർ ചെയ്യാൻ പറ്റാറുണ്ട്. പലപ്പോഴും നിങ്ങളൊരു 25 ഒക്കെ തൊട്ട് തന്നെ ബട്ടർഫ്ലൈ എക്സസൈസ് നിങ്ങൾ നോർമലി നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ കുളിക്കുന്ന പോലെ ഒരു ശരീരത്തിൻ്റെ പാർട്ടാക്കി കൊണ്ടുവരിക. അത് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെ നല്ല രീതിയിൽ ബലപ്പെടുത്താൻ സഹായിക്കാറുണ്ട്. മൂന്നാമതായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പുഷപ്പ് കൊടുക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മളെടുത്ത് പറയേണ്ടത് കൂടുതൽ ജിമ്മിലൊക്കെ പോകുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ കൂടുതൽ വെയിറ്റ് ആ ഒരു രീതിയിൽ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ അടിവയറ്റിന് കൂടുതൽ പ്രഷർ കൊടുക്കുന്ന രീതിയിൽ വെയിറ്റ് എടുക്കുകയും അതുപോലെ വെയിറ്റ് വെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ പിന്നീടാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഇതിലൊക്കെ പ്രയാസം എന്നുള്ളത് തന്നെയാണ്. മൂന്നാമതായിട്ട് കറക്റ്റായിട്ട് നമുക്കൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണ രീതിയൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. അത്തരം കണ്ടീഷനിലും നമ്മളെ ശരീരത്തിന് വേണ്ട രീതിയിലുള്ളൊരു പ്രതിരോധം ഇല്ലാതിരിക്കുമ്പോഴും ഇത്തരം കണ്ടീഷൻസ് നമ്മളെ ഈ ഒരു പ്രവണതയിലോട്ട് കൊണ്ടെത്തിക്കാറുണ്ട്. ഈ ഒരു കണ്ടീഷൻ പ്രധാനമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് അലർജിയൊക്കെ ഉള്ള പേഷ്യൻസിൽ പൊതുവെ കാണാറുണ്ട്. അതായത് കൂടുതൽ തുമ്മൽ, ചുമയ്ക്കൽ, അത്തരം കണ്ടീഷനിലുള്ള ആളുകളിലും ഈ ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട്. അത്തരം കണ്ടീഷനിലുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ്സ് ഉള്ള ആളുകളിലും ഈ ഒരു പ്രോസസ്സ് പൊതുവെ കാണാറുണ്ട്. അത് ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് കൂടുതൽ വെയിറ്റുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതൊക്കെ തന്നെ നമുക്ക് ഗർഭപാത്രത്തിൽ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സമയമെടുത്ത് പ്രസവിക്കുന്ന കേസുകളിലും നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കറക്റ്റ് അല്ലെങ്കിൽ പ്രസവം ശരിയായ രീതിയിൽ നടന്നിട്ടില്ല, അത്തരം കണ്ടീഷനിലാണ് നമ്മളിത് സംഭവിക്കാൻ കൂടുതൽ സാധ്യത എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോർമലി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, ഡെലിവറി ആവട്ടെ പിന്നീട് സി സെക്ഷൻ നെക്സ്റ്റ് ഒക്കെ ആയതാണെങ്കിലും ശരി, ഒരു 6 മന്തിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോർമലി പെൽവിക് ഓർഗൻസ് കറക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പെൽവിക്, അതായത് യൂട്രസ്, വജൈന, സർവിക്സ്, ഈ 3 ഓർഗൻസിന് ബലക്ഷയം അതുപോലെ തന്നെ സംഭവിക്കാതിരിക്കാൻ, അതുപോലെ തന്നെ നല്ല ബ്ലഡ് ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഈ എക്സസൈസുകൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ഫസ്റ്റ് സെക്കൻഡ് ഈവൻ ഗ്രേഡ് 3 വരെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്കിതിൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
പ്രോപ്പറായിട്ട് ഈ ഒരു പ്രശ്നം വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ആയിട്ട് മുന്നോട്ട് പോവുക. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റെന്ത് ഭക്ഷണത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൊഴുപ്പുള്ളത് കഴിക്കാതിരിക്കുക, ഈസ്ട്രോജൻ അധികം ഉള്ളത് കഴിക്കാതിരിക്കുക. കാരണം ഒരു പരിധിയിലപ്പുറം നമുക്ക് ഫൈബ്രോയിഡ് പോലെയുള്ളത് വലിയ ഭാരമുള്ള മുഴകളൊക്കെ വരികയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 40-ലൊരു മുഴ വന്ന് ഒരു 10 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്നൊരു മുഴകളാണെങ്കിൽ പിന്നീട് നമ്മളൊരു 60 ഏജൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പരിഹരിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരം കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ അറിയാൻ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.